അതാണ് നേരത്തെ അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞത് ലിയുദില്ലാൻ സബീലില്ലാഹി ബിഗൈരി ഇൽം. ശരിയല്ലേ പറയുന്നത്? ശരിയല്ലേ? ബോധ്യപ്പെടുന്നില്ലേ? ബോധ്യപ്പെടുന്നുണ്ട്. കൃത്യല്ലേ സഹോദരങ്ങളെ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്? ബഹുമാനക്കേടാണത്. ആ ഖുർആനെ കെട്ടിയിട്ടിരിക്കുന്ന, വീട്ടിൽ പൂട്ടിയിട്ടിരുന്ന ഖുർആനില്ലേ, നാളെ ആഖിറത്തിൽ പറയും. ഈ ആയത്തിന്റെ തഫ്സീറിൽ കാണാം യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ. അതിന്റെ തഫ്സീറിൽ കാണാം, ഇസ്മായിലുൽ ഹിത്തി തങ്ങൾ കൊണ്ടുവരുന്ന ഹദീസ് കാണാം, നാളെ ഖുർആൻ ആഖിറത്തിൽ പ്രതികൂല സാക്ഷിയായി വരും. എന്നിട്ട് ഖുർആൻ പറയും, ഇവൻ എന്റെ വീട്ടിൽ, അവന്റെ വീട്ടിൽ കൊണ്ടുവന്ന് 10 വർഷം എന്നെ പൂട്ടിയിട്ടു, ഒരു ജുസ് പോലും ഓതിയിട്ടില്ല. ഒരു മാസം ഓരോ ജുസ് ഓതിയിട്ട് ഒരു ഖത്മ് തീർക്കേണ്ടവൻ റമദാനിന് വേണ്ടി എന്നെ നീട്ടിവെച്ചുപോയി. ഉപ്പ മരിക്കുന്നത് വരെ എന്നെ നീട്ടിവെച്ചുപോയി. ഉപ്പ മരിച്ചിട്ടും ഈ ഖുർആനിൽ അവനല്ല ഓതിയത്, മുതല്ലിമീങ്ങൾ വന്നാ ഓതിയത്, നാട്ടുകാര് വന്നാ ഓതിയത്. അവനെപ്പോഴും മിമിക്രിയിലാണ്. എന്നെ കൊണ്ടുവന്ന് സൂക്ഷിച്ചു വെച്ചു, പക്ഷെ എന്നെ പരിപാലിച്ചില്ല, എന്നെ നോക്കിയില്ല, എന്നെ ഒന്ന് തൊട്ടു നോക്കിയില്ല. ഒന്നുകൂടി ഞാൻ ആ കൂട്ടത്തിൽ പറയട്ടെ, മുസഹഫ് ഇരിക്കുന്ന സ്ഥലങ്ങളിൽ, വീട്ടിലാകട്ടെ പള്ളിയിലാകട്ടെ, മുസഹഫ് നോക്കി ഓതുന്ന ബഹുമാനം മൊബൈൽ നോക്കി ഓതുന്നതിന് ലഭിക്കൂല. അങ്ങനെയല്ലോ ഉസ്താദെ? മുസഹഫുള്ളടുത്ത് മുസഹഫല്ലേ നോക്കണ്ടേ? അല്ലേ? നമ്മളെ മടിയാണത്. ഒന്ന് പൊന്തിച്ചോണ്ടൊരു ഖുർആൻ എടുക്കാനുള്ള മടി. എന്തോ ഒരു ഊരവേദന നമുക്ക്. അല്ല, തൊട്ടടുത്ത് തന്നെ ഉണ്ട്. പാപ്പാര് പിന്നെ വഖഫാക്കി മുസാഫ് എത്ര ഉണ്ട് ഇവിടെ അല്ലെ? ആയിരക്കണക്കിന് മുസാഫില്ലേ? എന്നാണ് ഓതാ? എല്ലാരും കൂടി മരിച്ചിട്ട് അന്ന് ഖത്തോതാനോ? മൊബൈലിൽ നോക്കിയിട്ടല്ല മുസാഫ് ഇരിക്കുന്നിടത്ത് ഓതർ. യാത്രയിലൊക്കെ ആണെങ്കിൽ ഒരു പക്ഷെ കൂടെ കൊണ്ടു നടക്കാൻ സൗകര്യപ്പെട്ടില്ലെന്ന് വരും. അപ്പൊ നമുക്കൊന്ന് ഓതാനൊക്കെ സുഖാണ്. പിന്നെ ഒരു മരിച്ചെടുത്തൊരു 10,000 ആൾക്കാർ കൂടുമ്പോ എല്ലാവർക്കും ഒന്നും മുസാഫ് തരാൻ കിട്ടിയില്ല എന്ന് വരും. അപ്പൊ യാസീനൊക്കെ ഒന്ന് തെറ്റുകൂടാതെ ഓതാൻ സൗകര്യമാണ്. അതിനൊക്കെ സൗകര്യങ്ങളാണ്, അതൊന്നും എതിരില്ല. പക്ഷെ പള്ളിയിൽ വന്നിട്ട് നേരെ കാണുന്നിടത്തിന്റെ മുസാഫ് അൽക്കഫ് ഉണ്ടാകുമ്പോ ഇതിങ്ങനെ മറിക്കേണ്ട ആവശ്യം ഉണ്ടാവും. മുസാഫ് എടുത്ത് നോക്കിയാ പോരാ. മുസാഫിൽ നോക്കുക എന്ന് പറഞ്ഞാൽ അതന്നെയല്ലേ? ഇതല്ല മുസാഫ്, ഇത് മജ്മുഅത്ത് കുത്തുബാണ്. ഇതില് പലതുണ്ട് അല്ലെ? മാലുണ്ട്, മൗലിദുണ്ട്, പത്രങ്ങളുണ്ട്, വാർത്ത ഉണ്ട്, അഡ്രസ് ഉണ്ട്, നമ്പറുകളുണ്ട് അല്ലെ? എല്ലാം ഒരുമിച്ച് കൂടിയതല്ലേ ഇത്? മുസാഫ് എന്ന് പറഞ്ഞാൽ അങ്ങനെ. മുസാഫ് എന്ന് പറഞ്ഞാല് ഫാത്തിഹ മുതൽ സൂറത്തുൻ നാസ് വരെ മാത്രമുള്ള ഖുർആന്റെ പ്രതി കണ്ടില്ലേ? അതാണ് മുസാഫ്. അതിലേക്ക് നോക്കണ്ടേ? അതിലേക്ക് നോക്കിയിട്ട് നമ്മളെ കണ്ണിനൊക്കെ ബഹുമാനം കിട്ടണം.